വേറൊന്നുമല്ല, ഇങ്ങനെ എടുത്തപ്പോഴത്തേന് ഐസോട്ടിന് പെട്ടെന്നൊരു ചെറിയ പനി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാം. തിരിച്ച് ഞാൻ നേരെ ഷോപ്പിൽ നിന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴേ ഉമ്മ ഇങ്ങനെ വെളിയെ നിൽക്കും. അകത്ത് കയറി ചെല്ലുമ്പോഴത്തേന് ഐസോട്ടൻ കഞ്ഞിയെല്ലാം കുടിക്കുന്നു. പിന്നെ ഞാൻ ഐസോട്ടിൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ കിടക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വിട്ടു. കാരണം ഇപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് ഫ്രഷ് എല്ലാം ആയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് ഞാൻ ഇറങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് കയറി ചെന്ന് ലിഫ്റ്റിൻ്റെ അവിടെ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതെന്ന്. കാരണം അത് 5ാമത്തെ ഫ്ലോർ. പിന്നെ നേരെ എനിക്ക് ലിഫ്റ്റ് താഴെ ഇറങ്ങി വന്നു. അത് കയറി നേരെ റൂമിലോട്ട് വിട്ടു. നേരെ റൂമിലേക്ക് എന്ന് ഡോറ് വന്ന് കയറുമ്പോഴത്തേന് രണ്ടാള് ചെറുതായിട്ട് ഒരു ഉറക്കത്തിൻ്റെ മട്ടിലായിരുന്നു. തിരിച്ചു പിന്നെ ഞാനും ഡോറ് കയറുന്നു. പിന്നെ ഐസൂട്ടിനോട് കുറച്ചു നേരം കളിച്ച് പിന്നെ ഞങ്ങൾ അങ്ങ് കിടന്നുറങ്ങി. രാവിലെ ഉറക്കം എണീറ്റ് ഞാൻ നോക്കുമ്പോഴോ ആള് ചെറിയ മയക്കത്തിൽ തന്നെ. പിന്നെ രാവിലെ വീണ്ടും താഴേക്ക് ഇറങ്ങി ചെന്ന് ക്യാൻറ്റീനിൽ ചെന്ന് അവർക്കുള്ള ഫുഡും വാങ്ങിച്ച് നേരെ അകത്ത് കയറി ചെന്ന് ഐസൂട്ടിന് പിന്നെ ഫുഡും എല്ലാം കഴിച്ചിട്ട് തിരിച്ചു പിന്നെ ഞാൻ അവിടെ നിന്ന് വല്ല ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വീട്ടിലോട്ട് അങ്ങ് വിട്ടു. ഇതാ നടക്കുന്ന നമ്മളെ വണ്ടി. പിന്നെന്താ നേരെ വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് അവിടെ നേരെ ഷോപ്പിലോട്ട് അങ്ങ് വിട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് റോഡിന് ലേശം പൊക്കം കൂടുതലാണ്. കുറച്ച് റിസ്ക് എടുത്തേ കയറി പോകാൻ പറ്റും. പിന്നെ നേരെ മെയിൻ റോഡിൽ കയറി അവിടെ നിന്ന് തന്നെ അധികം ദൂരമില്ല വീട്ടിലേക്ക്. നേരെ വീട്ടിലേക്കുള്ള വഴി ഇറങ്ങി. ഫ്രണ്ട് ഏരിയ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നോടെ എല്ലാം വ്യൂ രാവിലെയൊക്കെ. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേന് വൈഫ് വന്ന് ഗേറ്റെല്ലാം തുടങ്ങും. പിന്നെ നേരെ വണ്ടിയെല്ലാം ഗേറ്റ് അകത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ ഞാൻ ഷോപ്പിലോട്ടാണ്.